തിരുവനന്തപുരത്ത് നടന്ന RSSന്റെ ശതാബ്ദി ആഘോഷത്തിൽ സംസ്ഥാനത്തെ 3 സർവകലാശാല വൈസ് ചാൻസലർമാർ പങ്കെടുത്തതോടെ പ്രതിരോധത്തിലാണ് UDF സർക്കാർ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിഷയത്തിൽ പ്രതികരിക്കുന്നതുവരെ ഏതെങ്കിലും തരത്തിലൊരു ഇടപെടൽ നടത്താനും മന്ത്രിമാർ തയ്യാറാകാതിരുന്നതും വിമർശനത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. അധികാരമേറ്റ ആദ്യ ദിവസങ്ങളിൽ ഗവർണറോട് തുറന്ന പോരിനില്ലെന്ന നിലപാട് സ്വീകരിച്ചതും സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ഇടതുപക്ഷത്തിനുള്ള മാറി എന്നാണ് വിലയിരുത്തൽ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം ഉന്നയിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണോ ഇടതുപക്ഷത്തിന്റെ പദ്ധതി എന്ന കാര്യം നമ്മൾ പരിശോധിക്കുന്നു ഇന്നത്തെ ന്യൂസ് ആംഗിളിൽ. വിശകലനങ്ങളുമായി അനുരു അശോകനാണ് നമുക്കൊപ്പം തത്സമയമുള്ളത്. അനുരു, ഗുഡ് മോർണിംഗ്. ഈ VC-മാരുടെ RSS അനുകൂല നിലപാട് അല്ലെങ്കിൽ RSS ചായ്വ് അതിപ്പം ഈ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയതല്ല, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ അത് വന്നതും വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നമ്മൾ കണ്ടതുമാണ്. അന്നൊക്കെ ഈ VC-മാരുടെ നിലപാടിനെതിരെ ഈ കർശനമായ നടപടി അല്ലെങ്കിൽ കർശനമായ പ്രതിഷേധം അറിയിക്കുമായിരുന്നു അന്നത്തെ സർക്കാർ, ഇടതുമുന്നണി സർക്കാർ അറിയിക്കുമായിരുന്നു. അത് ഒരു സർക്കാർ ഗവർണർ പോരിലേക്കും അതല്ലെങ്കിൽ പിന്നീട് സർവകലാശാലയുമായിട്ടുള്ള ഏറ്റുമുട്ടലിലേക്കും വരെ കാര്യങ്ങളൊക്കെ എത്തിച്ചേർന്നതും നമ്മൾ കണ്ടതാണ്. പക്ഷേ പുതിയൊരു സർക്കാർ വന്നു. പക്ഷേ സർക്കാർ തുടക്കത്തിലെടുത്ത നിലപാട് ഗവർണറുമായി അനാവശ്യ കാര്യങ്ങളിൽ ഒരു ഏറ്റുമുട്ടലിന് സർക്കാർ പോകില്ല എന്ന് പറഞ്ഞു. പക്ഷേ VC-മാർ ഈ പരിപാടിയിൽ പങ്കെടുത്തതിനെ സർക്കാർ അത്ര നിസാരമായി കാണുന്നില്ല. ഇന്നലെ VD സതീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റും ഒക്കെ വന്നതാണ്, കാര്യങ്ങളൊക്കെ കണ്ടതാണ്. ഇതിപ്പോ സർക്കാരിനെതിരെ പുതിയൊരു ആയുധമാക്കാൻ ഒരുങ്ങുകയാണോ ഇടതുമുന്നണി? എന്താണ് ഈ വിഷയത്തിലെ സർക്കാർ പ്രതിരോധം? ഗുഡ് മോർണിംഗ് സേതു. RSSന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി RSS മേധാവി പങ്കെടുത്ത പ്രഭാഷണ പരമ്പരയിലാണ് കേരളത്തിലെ 3 സർവകലാശാലയിലെ VC-മാർ പങ്കെടുത്തത്. അതായത് കേരള VC, മലയാള സർവകലാശാലയിലെ VC, അതുപോലെ തന്നെ MG സർവകലാശാലയിലെ VC. പക്ഷേ ഈ വാർത്ത പുറത്ത് വന്നിട്ട് ഏകദേശം 12 മണിക്കൂറോളം സർക്കാർ ഈ വിഷയത്തിൽ, സർക്കാരോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോ ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തതാണ് പ്രതിപക്ഷം ഇപ്പോൾ ശക്തമായ ആയുധമാക്കിയിരിക്കുന്നത്. വിഷയത്തിൽ പിണറായി വിജയൻ തന്നെ ഇന്നലെ പത്രസമ്മേളനം നടത്തിയിരുന്നു. ഈ ഒരു മൗനം കൃത്യമായിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ സർക്കാർ കാവിക്കൊടിക്ക് വളം വയ്ക്കുന്നതാണ് എന്നുള്ളതായിരുന്നു പിണറായി വിജയൻ്റെ ഒരു വിമർശനം എന്ന് പറയുന്നത്. കൂടാതെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എത്രമാത്രം രീതിയിൽ ഗവർണറെയും RSS അജണ്ടകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നതിനെയും സർക്കാർ തടയിടുകയും അല്ലെങ്കിൽ നിയമ പോരാട്ടത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തു എന്നുള്ള കാര്യങ്ങളും അക്കമിട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നു. പിണറായി വിജയൻ്റെ ഈ വാർത്താ സമ്മേളനത്തിന് പിന്നാലെയാണ് VD സതീശൻ തൻ്റെ FB പേജിലൂടെ ഇത്തരത്തിലുള്ള ഗവർണർമാർ പങ്കെടുത്തത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയുന്നതല്ലെന്നും അന്തസ്സുള്ള പ്രവൃത്തിയല്ല എന്നും അതുകൊണ്ട് തന്നെ കേരളത്തോട് മാപ്പ് പറയണമെന്നുള്ളൊരു നിലപാട് VD സതീശൻ എടുത്തത്. ഇതിന് ശേഷമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രമേശ് ചെന്നിത്തലയും ഒക്കെ ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് VC-മാരുടെ നിലപാട് അന്തസ്സുള്ളതല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വരുന്നത്. പക്ഷേ നമ്മൾ അപ്പോഴും കാണേണ്ടത് യൂത്ത് കോൺഗ്രസും KSUം അടക്കമുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ കാര്യമായ നിലപാടെടുത്തിട്ടില്ല എന്നാണ്. എന്നാൽ VD സതീശൻ്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ ഇതിനെ BJP നേതാക്കൾ മറ്റൊരു തരത്തിലാണ് അത് ആക്രമിക്കുന്നത്. കാരണം അത്തരത്തിൽ VC-മാർ മാപ്പ് പറയണമെങ്കിൽ ആദ്യം മാപ്പ് പറയേണ്ടത് ഗോൾവാക്കറുടെ ചിത്രത്തിന് മുന്നിൽ പൂജ നടത്തിയ RSS പരിപാടിയിൽ പങ്കെടുത്ത VD സതീശനാണെന്നുള്ള ആക്രമണമാണ് BJP നേതാക്കൾ ഉയർത്തുന്നത്. കൂടാതെ RSS ഗവർണറുടെ മുമ്പിലാണ് നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത്, നാളെ VD സതീശൻ രാജിവെക്കണമെങ്കിലും RSSന്റെ ഒരു ഗവർണറുടെ കീഴിലായിരിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പും കൂടെ സുരേന്ദ്രൻ നൽകുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത് ഈ VC-മാരുടെ ഒരു RSS ചായ്വ് ഈ UDF സർക്കാരിൻ്റെ കാലത്ത് മാത്രമല്ല, നേരത്തെ LDF സർക്കാർ ഇരുന്നപ്പോഴും കണ്ടതാണ്. കാരണം LDF സർക്കാരിൻ്റെ കാലത്ത് കഴിഞ്ഞ ജൂലൈയിൽ ഇപ്പോൾ നടന്നതുപോലെ തന്നെ കൊച്ചിയിൽ നടന്ന RSSന്റെ പോഷക സംഘടനയുടെ വിദ്യാഭ്യാസ ദേശീയ സമ്മേളനത്തിൽ ഇന്നിപ്പോൾ 3 VC-മാരാണ് പങ്കെടുത്തതെങ്കിൽ അന്ന് 4 VC-മാർ പങ്കെടുത്തിരുന്നു. അന്നും ഈ പറയുന്ന കേരള സർവകലാശാല VC മോഹൻ കുന്നുമലടക്കം പങ്കെടുത്തിട്ടുണ്ട്. അതിൽ സർക്കാരിന് ഏറ്റവും കൂടുതൽ നാണക്കേടുണ്ടാക്കിയത് സർക്കാരിൻ്റെ ശുപാർശയിൽ കുഫോസ് VC-ആയ വിജയകുമാർ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ UDF-നെതിരെ രംഗത്തെത്തിയിരിക്കുന്ന അന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പോലും ഒരു പ്രതിഷേധം പോലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിമർശനം പോലും അന്ന് വന്നില്ല. അന്ന് ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്ത VC-മാർക്കെതിരെ അനുകൂലിക്കുന്ന നിലപാടാണ് അന്ന് ഉന്നത
വിദ്യാഭ്യാസ മന്ത്രിയായ ബിന്ദു സ്വീകരിച്ചത്. പക്ഷേ MP ഗോവിന്ദനടക്കം ഈ ഭാഗത്തേക്ക് ഒരു വിമർശനവുമായി വന്നതോടുകൂടിയാണ് ബിന്ദു ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ നിലപാടുകളെ എതിർക്കാനും ഒരു സമീപനം ബിന്ദുവിന്റെ ഭാഗത്തുനിന്നും ശരി, ഇപ്പൊ ഉണ്ടായത്. വിഷയം എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും ഒക്കെ കാത്തിരുന്നറിയാം.